structure. The theorem was developed by the economists Franco Modigliani and Merton Miller in 1958. The main idea of the theory is that the capital structure, that is subsequently Miller and Modigliani developed the second version of their theory by including taxes, bankruptcy, cost and asymmetric influence. It explains the effects a firm's capital structure may have on the value of the company for investment purposes. The definition states that the market value of a company is calculated using its earning power and the risk of its underlying assets, and that its value is independent of the way it finances investments or distributes dividends. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് പ്രധാനമായിട്ടും മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1958 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 1958 മില്ലറും മോഡിഗ്ലിയാനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് തിയറി? തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് NOI അപ്രോച്ചിൻ്റെ ബേസിലാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1958 ആൻഡ് ഇറ്റ് ഈസ് based on NOI approach. എന്താണ് NOI approach? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് സിമ്പിൾ. വെൻ ദർ ആർ ടു കമ്പനീസ് A and B. എ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബി എന്ന് പറയുന്ന ഒരു കമ്പനിയും നമുക്കുണ്ട്. ഇനി ഈ എ ആൻഡ് ബി എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എത്രയോ രൂപയുണ്ട്, ഒരു 10,000 രൂപയുണ്ടെന്ന് വിചാരിക്കാം. ഈ 10,000 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ 10,000 രൂപയിൽ എ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ 50 രൂപ. 50 രൂപ വാല്യൂ മീൻസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 രൂപയാണ്. ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ന് പറയുന്ന ഒരു ഫേം അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എൻ്റെ പൈസ ഉപയോഗിച്ച് എൻ്റെ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി എ എന്ന് പറയുന്ന കമ്പനിയിലായിരിക്കും. എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂ 50 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഷെയർസ് മേടിക്കാം. ഇത് ഞാൻ മേടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്? ആഫ്റ്റർ 10 or 5 ഇയേഴ്സിൽ എനിക്കിത് പൈസ കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള സമയത്ത് ബി എന്ന് പറയുന്ന ആളുടെ ഈ കമ്പനിയുടെ ഷെയറും കുറേ പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന ഷെയർ മേടിച്ചിട്ടുള്ള കുറേ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം 60 രൂപ എന്ന് പറയുന്നത് വളരെ വലുതാണ്, 10 രൂപ കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ എല്ലാവരും വിൽക്കാൻ തുടങ്ങും. ഇവർ സെൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇവരിത് വിൽക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ലാഭം ഉണ്ടാവും. ഇതിങ്ങനെ ഗ്രാജുവലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ 50 രൂപ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പേര് മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ഈ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രൈസും കൂടുന്നു. ഗ്രാജുവലി എന്ത് സംഭവിക്കും? 50 രൂപയിൽ നിന്നും 60 രൂപയിലേക്ക് എയുടെ ഷെയർ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, വാല്യൂ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ബിയുടെ ഷെയർ എന്ത് ചെയ്യാണ്? വിറ്റുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഡിമാൻഡ് കുറഞ്ഞു എന്നർത്ഥം. വിൽക്കുകയാണ് അവർ. അപ്പം എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയാണ്. അപ്പം എന്ത് ചെയ്യും? ഇവരുടെ വാല്യൂ കുറഞ്ഞ് 50ലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അപ്പോൾ ഇതിങ്ങനെ 60-ൽ നിന്നും 50-ലേക്കും തിരിച്ച് 50-ൽ നിന്നും 60-ലേക്കും പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായ രണ്ട് ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താ ഇതിന് പറയുക? ഇങ്ങനെ ഇവരുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് പൈസ, അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ബാക്കി ഇക്കോണമിയിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് തിയറിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഒന്ന് വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ്. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇഫക്ട്സ് ഓഫ് firm's capital structure may have on the value of the company for investment purposes. Here, a simple way to arrive at the market value mentioned in the theory is to multiply the firm's number of shares outstanding by the current stock price. നമ്മൾ current stock prices കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ തിയറിയെ നമുക്ക് രണ്ടായിട്ട് ഇതിൻ്റെ അസംഷനെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അസംഷന്, the first assumption is when there is no taxes and when there is no transaction cost and equivalence is borrowing cost for both companies and investors, there is a symmetry of market information symmetry. These are the four. ഈ 4 important assumptions ഉണ്ടെങ്കിൽ മാത്രമാണ് തിയറി വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ? അപ്പം തിയറി ബേസ്ഡ് ഓൺ 1958 ഡെവലപ്പ് ചെയ്തതാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. NOI അപ്രോച്ച് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇതിന് വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സും തമ്മിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം ഒരാളുടെ അസറ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അസറ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ അസറ്റിൽ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇക്വിറ്റി ക്യാപിറ്റൽ ഉള്ളതും ഡെറ്റ് ക്യാപിറ്റൽ ഉള്ളതുമായിട്ടുള്ള രണ്ട് തരം അസറ്റാണ് നമുക്കുണ്ടാവുക. ടോട്ടൽ അസറ്റിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലും ഡെറ്റ് ക്യാപിറ്റലും ഉണ്ടായിരിക്കും. ഇത് ഡെറ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മുടെ ലിവേർഡ് ഫേം എന്നും, ഇക്വിറ്റി ക്യാപിറ്റൽ ഉള്ള ഫേമിനാണെങ്കിൽ അൺലിവേർഡ് ഫേം എന്നും നമ്മൾ പറയപ്പെടുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. This is the first version of the theorem with the assumption of perfectly efficient market. The assumption implies that companies operating in the world of perfectly efficient market do not pay any taxes. Without taxilana ഒരു കമ്പനി എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. The trading of securities is executed without any transaction cost. Bankruptcy is possible, but there are no bankruptcy costs and information is perfectly symmetrical. Then it is based on two propositions. First proposition is VL equal to VU. എന്താണിത്? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം, അതായത് ഇക്വിറ്റി മാത്രമായിട്ട് ഫിനാൻസ് ചെയ്യുന്ന ഫേമും ലിവേർഡ് ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഡെറ്റ് ക്യാപിറ്റലും കൂടിയുള്ള ഫേമും തമ്മിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ദ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ഈസ് ദർ ആർ ടു പ്രൊപ്പോസിഷൻ ഫോർ അപ്രോച്ച്. First proposition is VL equal to VU. എന്താണത്? That means when we are taking the asset of a firm, it can be of two type. One is equity capital and another is debt capital. Debt capital and equity capital. When a firm is operating only through the equity, it is known as unlevered firm. ഇതിന് നമുക്ക് പറയുന്നു U എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, unlevered firm. ഇനി when the firm is operating debt capital ആണെങ്കിൽ ലിവേർഡ് ഫേം എന്ന് പറയുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഫേം അയാളുടെ അസറ്റ് അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി മാത്രമാണ് അയാളുടെ സമ്പാദ്യം അല്ലെങ്കിൽ അയാളുടെ കയ്യിലുണ്ടായിരിക്കുക. ഇനി ലിവേർഡ് ഫേം ആണെങ്കിലോ ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ടായിരിക്കും, അവിടുത്തെ ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ആ ബാങ്ക് കൊടുക്കുന്ന ലോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അയാൾ എന്ത് ചെയ്യും? ഷെയർ മേടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള അസറ്റ് അയാൾക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? എങ്കിൽ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ഓഫ് അപ്രോച്ച്, ഈ അൺലിവേർഡ് ഫേമിൻ്റെയും ലിവേർഡ് ഫേമും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് അർത്ഥം. എന്താണത്? ദ വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം. ഓക്കെ, എന്താ നോക്കാം.
The first proposition essentially claims that the company's capital structure does not impact its value. Since the value of a company is calculated as the present value of the future cash flow, the capital structure cannot affect it. Also, in perfectly efficient markets, companies do not pay any taxes. Therefore, the company with a 100% leveraged capital structure does not obtain any benefits from tax. So, deductible interest payments ഉണ്ടാവില്ല എന്നർത്ഥം. And the second one is there is a proposition 2, that is RE equal to RA plus D by E into RA minus RD, where RE represents cost of levered equity, levered firmൻ്റെ equity വരുന്ന ചെലവ്. RA എന്ന് പറയുന്നത് cost of unlevered equity, D represents cost of debt, E represents cost of equity, and D by E എന്ന് പറയുന്നത് proportion of debt to equity ratio. എന്താണ് ഇതിനോട് കണക്കാക്കുന്നത്? theorem states that the company's cost of equity is directly proportional to company's leverage level. നേരത്തെ പറയുമ്പോൾ ലിവറേജ് ആയിട്ടൊരു ബന്ധം ഇല്ല, രണ്ടും ഒരുപോലെ ആയിരിക്കുന്നതാണ്. ഇവിടെയാണെങ്കിലോ the leverage cost എന്ന് പറയുന്നത് direct and proportional ആയിരിക്കും. An increase in the leverage level induces a higher default probability to a company. Therefore, investors tend to demand a higher cost of equity to be compensated for the additional risk. റിയൽ വേൾഡിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നത് നോക്കിയേ. റിയൽ ഈക്വൽ ടു വി യു പ്ലസ് ടി സി ഇൻറ്റു ഡി. എന്താണ് ഒരു ലിവേർഡ് ഫേമിൻ്റെ അപ്രോച്ച് ആണെങ്കിൽ എന്താണ് ടി സി റെപ്രസെൻറ്റ്സ് ടാക്സ് റേറ്റ് ഈക്വൽ ടു വി യു പ്ലസ് ടി സി ഇൻറ്റു ഡി. ടാക്സ് ഉള്ളതും ഡെറ്റ് ക്യാപിറ്റലും കൂടി ചേർന്നതാണ് എന്ത് ഒരു ലിവേർഡ് ഫേമിൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്ന ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തേതോ കണ്ടോ വിത്തൗട്ട് ടാക്സ് ആയിരിക്കും, ദാറ്റ് ഇസ് 1 മൈനസ് ടി സി, അതായത് ടാക്സിൻ്റെ കോസ്റ്റ് കുറച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുക. അപ്രോച്ച് എന്ന് പറയുന്നത് 1958 മോഡിഗ്ലിയാനി മില്ലർ ഡെവലപ്പ് ചെയ്തതാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ, 1958 ഡെവലപ്പ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ NOA അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചാണ് ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിൽ അപ്രോച്ചിനെ രണ്ട് തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വൺ ഈസ് വിത്ത് ടാക്സും സെക്കൻഡ് ഈസ് വിത്തൗട്ട് ടാക്സുമായിരിക്കും. ഇതെങ്ങനെയാണിത്? കോസ്റ്റ് ഓഫ് ലിവേർഡ് ഫേമിൻ്റെയും അൺലിവേർഡ് ഫേമിൻ്റെയും ഇതാണ് ചെയ്യുന്നത്. രണ്ട് കമ്പനി ഉണ്ടായിരിക്കും, രണ്ട് കമ്പനിയുടെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലൂടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് എന്ത് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ.